ഹലോ, നമസ്കാരം. ഈ കയ്യും കലാശമൊക്കെ കാണിച്ച് നമ്മൾ ഡാൻസ് സ്റ്റെപ്പൊക്കെ ഓർത്ത് പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോ എടുക്കുന്നത് അശ്വതിയാണ്. അശ്വതി എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടാവാറുണ്ട്, എൻ്റെ ഫ്രണ്ട് അശ്വതി. പിന്നെ കൂടെ രണ്ടുപേരും കൂടെയുണ്ട്, കല്യാണി, കവിതയും. അവർ രണ്ടുപേരും എൻ്റെ വ്ളോഗിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. ബസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കവിത. അത് കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ആരെങ്കിലും കഴിച്ചോട്ടെ, പട്ടിക്കുട്ടികൾ ആരെങ്കിലും വരുവാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് അതൊരു സൈഡിലൊക്കെ കൊണ്ടുവച്ച് ഒരു സ്റ്റോറിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ ചിക്കിയും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ രാത്രി ബസ്സിലായിരുന്നു യാത്ര. ഈ കാണുന്നത് ഉടുപ്പിക്ക് അടുത്തുള്ള മറവന്തി ബീച്ചാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ 4 പേരും, ഗോപിക ചേച്ചി, ഞങ്ങളുടെ ഗുരു ഗോപിക ചേച്ചി ചെന്നൈയിൽ നിന്ന്, ചേച്ചിയുടെ ഫ്രണ്ട് ലീമ ചേച്ചിയും, അങ്ങനെ ഞങ്ങൾ 6 പേരായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് തിരിച്ചെത്തുന്നവരെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. മഴ 3 ദിവസവും മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് ക്യാബ് എടുത്താണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത്. അപ്പോൾ ക്ഷേത്രത്തിനടുത്ത് ഞങ്ങൾ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പോൾ രാവിലെ നേരത്തെ ആയത് കാരണം ഞങ്ങൾക്ക് അപ്പം തന്നെ അവർ ചെക്ക് ഇൻ തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ പ്രാക്ടീസൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസമായിരുന്നില്ല, ഞങ്ങൾ എത്തിയ ദിവസമായിരുന്നില്ല പ്രോഗ്രാം. ഇന്നിപ്പോൾ ഒരു ചണ്ഡിക ഹോമമുണ്ട്. അപ്പോൾ അത് ഗോപി ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ടും കൂടെ ചെയ്യുന്നതാണ്. ആ ഹോമത്തിൽ പങ്കെടുക്കുക, അതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്തു ഉച്ചവരെ. അപ്പോൾ ചേച്ചിയും ലീമ ചേച്ചിയും എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് അവരുടെ കൂടെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ചത് ഗോപി ചേച്ചിയുടെ കൂടെയായിരുന്നു. അവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സൗപർണിക നദി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം ഭയങ്കര വെള്ളമായിരുന്നു, നിറയെ വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി കുളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കാല് നനച്ച് വെറുതെ ചുമ്മാ നിൽക്കാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. ഇത് അമ്പലത്തിന് സൈഡാണ് കേട്ടോ. ഞങ്ങൾ ഈ സൈഡിൽ കൂടെ വേണമായിരുന്നു ഗോപി ചേച്ചിയും ഫ്രണ്ടും താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ. ഞങ്ങൾക്ക് ഒരേ സ്ഥലത്ത് താമസ സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ടൈം മഴയായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ 2 കുടയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേയൊക്കെ മഴ നനഞ്ഞുകൊണ്ടായി ഞങ്ങളുടെ നടത്തം. അതും ഒരു രസമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ മഴ നനയാൻ കുറച്ച് എത്തിയ സമയത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിന്നെ കുടയൊന്നും ഇല്ലാതെ ഞങ്ങൾ കറങ്ങി നടക്കാനൊക്കെ തുടങ്ങി. കണ്ടത് അശ്വതിയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ സൗപർണികയുടെ അവിടെയാണ് നിൽക്കുന്നത്. നല്ല വെള്ളം കൂടുതലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് മുമ്പ് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ താഴെ ഇറങ്ങിപ്പോയി കാലൊക്കെ നനച്ച് അവിടെ നിന്നതായിട്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടെ പോകാൻ അലൗഡ് ആയിരുന്നില്ല. ഗോപിയ ചേച്ചി, കല്യാണി, കവിത, ഇവർ 3 പേരാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടെ സൗപർണികയിൽ പോയി അത് കണ്ടു. എന്തായാലും കണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു. കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അമ്പലത്തിനടുത്ത് വന്ന് അവിടെ ഒരു കുഞ്ഞു കടയിൽ കയറി ഞങ്ങൾ ചായയും വടയൊക്കെ കഴിച്ച് അവിടെ മഴയത്ത് കൂടെ അങ്ങനെ കുറച്ച് നേരം നടന്ന് പിന്നീട് റൂമിൽ പോയി. പിന്നെയും കുറച്ച് നേരം കൂടെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾക്ക് പ്രോഗ്രാം. വൈകിട്ട് ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചണ്ഡിക ഹോമത്തിന് പോവാണ് കേട്ടോ. ഇത് കവിതയും ഗോപിക ചേച്ചിയാണ്. ഗോപിക ചേച്ചിയുടെ സാരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് ഹാൻഡ്ലൂമിൻ്റെ സാരിയിൽ ഡൈ ചെയ്തെടുത്ത ഹാൻഡ്ലൂം കേരള സാരിയായിരുന്നു. നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ സരസ്വതി മണ്ഡപത്തിലിരുന്നു. അവിടെ കുട്ടികൾ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ അവിടെ തന്നെ സൈഡിലിരുന്ന് ചണ്ഡിക ഹോമം കണ്ടു. 2 ദിവസമായിട്ടാണ്. അന്നത്തെ ഞങ്ങൾ എത്തിയ ദിവസം വൈകിട്ടും നെക്സ്റ്റ് ഡേ മോർണിംഗിലുമായിട്ടാണ് ചണ്ഡിക ഹോമം നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ സ്റ്റേജ് കാണാൻ പോയി. അപ്പോൾ ഈ സ്റ്റേജ് കാണുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ അവിടെ സൗകര്യമുണ്ടോ, പിന്നെ 4 പേര് എവിടെയൊക്കെ നിന്ന് ഏതൊക്കെ ഞങ്ങൾ 4 ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഇനങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഓരോന്നിലും ആരൊക്കെ എവിടെയൊക്കെ നിൽക്കണം അതൊക്കെ ഒന്ന് ഞങ്ങൾ നോക്കി. അതിനുശേഷം വീണ്ടും ചണ്ഡിക ഹോമത്തിൻ്റെ അവിടെ വന്ന് നിന്നു. അപ്പോൾ ശിവേലി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശിവേലി എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല, ഗുരുവായൂരൊക്കെ പറയുന്ന കേൾക്കാം. അത്താഴപൂജ കഴിഞ്ഞ് രാത്രി ഭഗവാനെ പുറത്ത് എഴുന്നള്ളിക്കുന്നത്, അതുപോലെ ദേവിയെ പുറത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രസാദമൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ചു. ലഡ്ഡു, പിന്നെ കഷായം അവിടെ പ്രസിദ്ധമാണല്ലോ രാത്രിയിലത്തെ കഷായം കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ്
മഴ അപ്പോഴും തോരാതെ മഴയായിരുന്നു. മഴ എന്നല്ല പറയേണ്ടത്, കോരിച്ചൊരിയണ മഴയായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ. പക്ഷെ നല്ല രസമായിരുന്നു. അത് കൂടെ തന്നെ ഉണ്ടായിരുന്നു മഴ. ഞങ്ങളിവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഞാൻ തിരിച്ചെത്തുന്നവരെയും മഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നനഞ്ഞൊലിച്ചാണ് ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിനും അകത്തും പുറത്തൊക്കെ. ആദ്യം അതിങ്ങനെ മഴ നനഞ്ഞ് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാളായി ഞങ്ങൾ മഴേനെ കൂടെ കൂട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ രാവിലെ എത്തി ചണ്ഡിക ഹോമത്തിൻ്റെ അവിടെ ഇരുന്നു ഹോമമൊക്കെ കണ്ടു. ആ സമയത്ത് തന്നെ സരസ്വതി മണ്ഡപത്തിന് എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ അതും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പോയി റെഡിയായി. ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി വന്ന് പെർഫോമൻസും കഴിഞ്ഞു. തിരിച്ച് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പൊക്കെ അഴിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് ഡിന്നർ രാത്രി കഴിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഡേയും കൂടി ഞങ്ങളിവിടെ ഉണ്ട്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുടജാദ്രി പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാണ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ രാത്രിയും കൂടെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഡിന്നർ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. അത് എല്ലാം അടുത്തടുത്ത് തന്നെയായിരുന്നു കേട്ടോ. വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. മഴയായിരുന്നുകൊണ്ട് ഉള്ള കുറച്ച് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ രാവിലെ നേരത്തെ 6 മണിക്ക് തന്നെ ഇറങ്ങി കുടജാദ്രി പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴും മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് കല്യാണി, പുറകിൽ നിൽക്കുന്നത് കവിത, ഗോപിക ചേച്ചിയും അശ്വതി പുറകിൽ വരുന്നു. കുടജാദ്രി പോയിട്ടുള്ളവർക്കറിയാം. അപ്പം നമ്മൾ ഈ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ജീപ്പ് സർവീസ് നടത്തുന്നുണ്ട് കുടജാദ്രിയിലേക്ക്. അവരുടെ വണ്ടിയിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നടന്ന് കയറുന്നവരുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ജീപ്പിൽ പോവുകയാണെങ്കിൽ വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീപ്പിൽ തന്നെ പോകണം. അതായത് പ്രൈവറ്റ് വണ്ടികളൊന്നും ഉപയോഗിച്ച് നമുക്കവിടെ കുടജാദ്രി പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പോയത് ജൂൺ 15, 16, 17 ആയിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. വയനാട്ടിലെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് വളരെ മുമ്പായിരുന്നു. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നും. മഴയത്ത്, അത്രയും മഴയത്ത് നമ്മൾ അവിടെ പോയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. ഗോപിക ചേച്ചിക്ക് ഒരു 80% സമ്മതം ഉണ്ടായിരുന്നുള്ളൂ. പോണോ, മഴയും പിന്നെ റോഡും അങ്ങനെ അത്ര സേഫ് ആണോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. ലീമ ചേച്ചി ഞങ്ങളെല്ലാം റെഡി ആയപ്പോൾ ഗോപി ചേച്ചി വന്നതാണ്. എന്തായാലും കാണാനുള്ള സൗന്ദര്യം, പ്രകൃതി ഭംഗി നമുക്ക് പറയാതിരിക്കാനേ വയ്യ. മഞ്ഞും മഴയും രാവിലെ നേരത്തെ നല്ല രസമായിരുന്നു അവിടെ. പറ്റുമെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം പോയി കാണണം കേട്ടോ അവിടെ. അതിങ്ങനെ കുറച്ച് മഞ്ഞും മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ലതാണ് ആക്ച്വലി. വല്ലാതെ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിയാണ് സേഫ്റ്റിയൊക്കെ നോക്കണം. ഇത് ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോയിലോ വീഡിയോയിലോ ഒന്നും കാണിച്ചോ ഒന്നും നമുക്ക് ഏഹ്, അറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ദേവിയുടെ മൂലസ്ഥാനത്തിൽ ഇവിടെ ഞങ്ങൾ ഇവിടെ തൊഴുതു. ഇതിന് മുകളിലാണ് നമുക്ക് ആദിശങ്കരൻ ധ്യാനത്തിലിരുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഗോപി ചേച്ചിയും കവിതയും വന്നില്ല. ബാക്കി ഞങ്ങൾ 4 പേരുമാണ് പോയത്. എൻ്റെ പൊട്ടത്തരം കണ്ട് ആരും എന്നെ കളിയാക്കണ്ട. ഹീലുള്ള ചെരുപ്പിട്ടിട്ടാണ് ഞാൻ ട്രെക്കിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പം വളരെ കഷ്ടപ്പെട്ട് കയറി പോകുന്നതാണ് കാണുന്നത്. കുടയൊക്കെ വേണ്ടാന്ന് വെച്ച് മഴ നനഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങി എല്ലാവരും. നല്ല രസമായിരുന്നു. പക്ഷെ മഴ നനയുന്നതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇറിറ്റേഷനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്ത് തന്നെ 3 അമ്പലങ്ങളുണ്ട് ട്ടോ നമുക്ക് തൊഴാൻ. അപ്പൊ ഇവിടെ തൊഴാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും തൊഴുതു. പിന്നെ ഇവിടെ കുട പിടിച്ച് നടക്കാന്ന് പറയുന്നതും വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചാ കാറ്റടിക്കുന്നതുകൊണ്ട് അതെല്ലാം പറന്നൊക്കെ പോവും. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചേച്ചി ഗോപിക ചേച്ചി മാത്രം ഷോളൊക്കെ ചുറ്റി നടന്നു. ഞങ്ങൾ 2 കുടയുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നനഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ മുമ്പ് അമ്മയും എൻ്റെ ഫാമിലിയായിട്ട് വന്നപ്പം അമ്മയും സിസ്റ്റർ ഇൻ ലോ കുട്ടികളൊക്കെ ആയിട്ട് വന്നപ്പോഴും എൻ്റെ ബ്രദറിൻ്റെ മോൻ അപ്പു ഞാനും മാത്രമാണ് ആദിശങ്കരൻ ധ്യാനം ചെയ്ത് ആ സ്ഥലം വരെ നമ്മൾ നടന്നു പോയത് കേട്ടോ. അതൊരു നല്ല കയറ്റാണ്, ട്രെക്കിംഗ് തന്നെയാണ് ശരിക്കും. അപ്പോൾ നമ്മൾ അതിന് പറ്റുന്ന തരത്തിലുള്ള ചെരുപ്പും എല്ലാം ഇട്ടിട്ട് വേണം വരാൻ. ചെരുപ്പില്ലാതെ നടക്കുന്നത് ഒരു ഭയങ്കര അബദ്ധമാണ്. ഞങ്ങളൊക്കെ ആ അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഹീലുള്ള ചെരുപ്പിട്ടത് കാരണം ചെരുപ്പില്ലാതെ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് അബദ്ധമൊക്കെ പറ്റി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് നല്ല നല്ല കുറേ അനുഭവങ്ങളുണ്ടായി ട്ടോ ഈ നടക്കുന്നതിൽ. നമുക്ക് പേരറിയാത്ത കുറേ കിളികളുടെ ശബ്ദം ഒക്കെ ഇങ്ങനെ കേട്ടു. പിന്നെ ഒരു സൈഡിൽ മൊത്തം മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നത്. അങ്ങനെ എന്തായാലും നല്ലൊരു ഫീലായിരുന്നു ആ ഒരു യാത്ര. അത് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നു. ലഞ്ചൊക്കെ കഴിച്ച് മടക്കയാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്.
മംഗലാപുരത്തു നിന്നാണ് ഗോപി ചേച്ചിക്കും ലീമ ചേച്ചിക്കും ഫ്ലൈറ്റ്. ഞങ്ങൾക്ക് മംഗലാപുരത്തു നിന്ന് ബസ്സാണ് ബാംഗ്ലൂർക്ക്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈവനിങ് അത്ര നേരത്തെ ആയിരുന്നില്ല, ബസ്സാണെങ്കിലും അവർക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിലും. അപ്പോൾ സമയമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പതുക്കെയാണ് ഈവനിങ് സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. കവിത, കല്യാണി, അശ്വതി, ലീമ ചേച്ചി, ഗോപി ചേച്ചി എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി 10 മണിയൊക്കെ ആയപ്പം, അതും മഴയത്ത് തന്നെയായിരുന്നു കയറിയത്. ഇത് ഞങ്ങൾക്ക് ബസ്സിൽ കയറിയപ്പം ഒരു കോംപ്ലിമെൻ്ററി ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു, സ്നാക്സും ജ്യൂസൊക്കെ ആയിട്ട്. അത് തുറക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ ലൈൻ ബസ്സായിരുന്നു, ഫുള്ള് ഗ്രീനായിരുന്നു ഉള്ളിൽ. ബസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ പോലെ തന്നെ ബെർത്തൊക്കെ ആയിട്ട് നമുക്ക് കിടന്നുറങ്ങി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബസ്സായിരുന്നു. നല്ലൊരു 3 ദിവസങ്ങളായിരുന്നു കേട്ടോ. ദർശനമായാലും ഞങ്ങളുടെ പ്രോഗ്രാം ആയാലും എല്ലാം കൊണ്ടും നന്നായി പോയി ഒരു 3 ദിവസം. അതിൻ്റെ കുറച്ച് നല്ല ഓർമ്മകൾ എപ്പോഴും തങ്ങി നിൽക്കുന്ന കുറച്ച് ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വ്ലോഗ്. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.